സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഒരാൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു, ആ കൊടുത്ത സാധനം അതേപോലെ തന്നെ അപ്പുറത്തെ ആൾക്ക് കിട്ടി. അങ്ങനെ ആവുമ്പോഴേ അതെന്താവുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് പറയുള്ളൂ അല്ലെ. അപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് പല രീതിയിൽ, ഇപ്പൊ നമ്മളിപ്പോ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ചിലപ്പോ അതായത് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഇൻഫർമേഷൻ അവിടെ കിട്ടും, ചിലപ്പോൾ ആംഗ്യം വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു സെൻഡർ കൊടുക്കുന്നു, ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒരു ചാനലിൽ കൂടെ പോകുന്നു, ഈ ചാനലിൽ കൂടെ പോയിട്ട് ആ ഇൻഫർമേഷൻ ആരിലേക്ക് എത്തുന്നു? സെൻഡർ കൊടുത്തു, ചാനലിൽ കൂടെ ഇൻഫർമേഷൻ പോയി ആരിലേക്ക് എത്തുന്നു? റിസീവറിലേക്ക് എത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കൂ, നമ്മളൊരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു അല്ലെ. ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റിസീവറിലേക്ക് എത്തുന്നില്ല. ഒരു സെൻഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റർ സാധനം കൊടുക്കേണ്ട ഇൻഫർമേഷൻ റിസീവറിലേക്ക് എത്തുന്നത് ഒരു ചാനൽ വഴിയാണ്. ഇതാണ് ആ ചാനൽ എന്ന് പറയുന്നത്. ഈ ചാനലിന്റെ പ്രത്യേകത എന്താ? ചാനലിന്റെ പ്രത്യേകത എന്താ? ചാനൽ ചാനൽ ആക്ച്വലി രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടും. ആരൊക്കെയാ? ഒന്നുകിൽ വയേർഡും അല്ലെങ്കിൽ എന്താവാം, വയർലെസ് ആവാം. ഒന്നുകിൽ വയർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റർ റിസീവർ നമ്മൾ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വയർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റർ റിസീവർ കണക്ട് ചെയ്യാം. ചാനലിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നോയ്സ് കൂടെ ആഡ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നടക്കുന്നത് ഈ ചാനലിലാണ്. PSC ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് ഈ പറയുന്ന നോയ്സ് എന്ന് പറയുന്നത് ഇൻഫർമേഷനിലേക്ക് ആഡ് ആവുന്നത് ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? ചാനലിൽ നിന്നാണ്. ചാനലിൽ കൂടെയാണ് ഈ പറയുന്ന നോയ്സ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഈ ചാനൽ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ പേര്. നമ്മളിപ്പോ അവിടെ ഒപ്റ്റിക് ഫൈബർ ആണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് കമ്മ്യൂണിക്കേഷനാ? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈലാണ് യൂസ് ചെയ്യും, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ ആ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. അതല്ല, ഈ ചാനലിൽ നമ്മൾ ആ ഒരു കാരിയർ ആയിട്ട് പോകുന്നത് സാറ്റലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നു, അവിടെ ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റ് ആ ഇൻഫർമേഷനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് താഴെ റിസീവറിലേക്ക് കൊടുക്കുന്നു. ഈ റിസീവറിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്നായിരിക്കില്ല, ചിലപ്പോൾ ഒന്നിലധികം റിസീവറിലേക്ക് അത് എന്താവും, കണക്ട് ആവും അല്ലെ. നമ്മളിപ്പോ കേബിൾ TV ഒക്കെ പറയുന്ന സമയത്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്ററിന് ഒരു ഡാറ്റയാണ് പോകുന്നത്, പക്ഷെ അത് ഒരുപാട് പേരിലേക്ക് എത്തണം. അപ്പൊ ഈ പറഞ്ഞ റിസീവറിന്റെ സൈഡിൽ എന്താവാം, ഒന്നായിരിക്കില്ല, ഒന്നിലധികം റിസീവേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ചാനലാണ് സാറ്റലൈറ്റ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്ത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന പേര് വന്നത്. എന്താണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ യൂസിങ് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇൻ ഓർബിറ്റ് അറൌണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റുമുള്ള ഓർബിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സാറ്റലൈറ്റ് പോകുന്ന വഴിയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആറ്റത്തിൽ നമ്മൾ ഓർബിറ്റ് പഠിക്കുന്നുണ്ട്. അതെന്താ, ആ ഇലക്ട്രോൺ പോകുന്ന വഴി ചുറ്റുമായിട്ട് ഒരു ഓർബിറ്റിൽ കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എവിടെയോ നടക്കുന്നു, പക്ഷെ നമുക്കത് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ പറയുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് അല്ലെ. നമ്മളായിട്ട് ഭൂമിക്ക് ഭൂമിയുടേതായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഉണ്ട്, അതാരാ? നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, അതാരാ? ആരാ? മൂണാണ്. അത് മൂണാണ്. പക്ഷെ ആ മൂണ് കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് സാറ്റലൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. ആ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. അത് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോണ്ടർ. അത് നമ്മൾ അതിന്റെ ഫിഗർ ട്രാൻസ്പോർട്ടിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ വാക്കൊന്ന് നോട്ട് ചെയ്യുക, കാരണം PSC പലതവണ എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ള വാക്കാണ് ട്രാൻസ്പോണ്ടർ കേട്ടോ. ബൈ ക്രിയേറ്റിംഗ് എ ചാനൽ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻ. എർത്തിന്റെ പല ലൊക്കേഷനിൽ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ട്രാൻസ്പോർട്ടറിന്റെ സഹായത്തോടുകൂടി ഇൻഫർമേഷൻ, ഒരു ട്രാൻസ്മിറ്റർ, ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ത് ചെയ്യും, ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിന് റിസീവറിലേക്ക് എത്തിക്കും. ഇവിടെ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി ഇവിടെ ഈ സാറ്റലൈറ്റിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഫ്രീക്വൻസിയിലായിരിക്കും, കുറച്ച് ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഇവിടെ നിന്ന് പോവാ, അവിടെ തിരിച്ചെത്തുന്നത് ലോ ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസിയെ ലോ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്പോർട്ടറിന്റെ സഹായത്തോടു കൂടിയാണ്.
ട്രാൻസ്പോണ്ടർ ആണ് സാറ്റലൈറ്റ് വെച്ച് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഡിഫറെന്റ് അടുത്ത ലൊക്കേഷനിലേക്ക് ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ടെലിഫോൺ, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, മിലിറ്ററി ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ഒത്തിരി ആപ്ലിക്കേഷൻ ഈ പറയുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉണ്ട്. ഏതാണ്ട് നമ്മുടെ ചുറ്റും, നമ്മുടെ എർത്തിന് ചുറ്റും 2000-ഓളം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കറങ്ങുന്നുണ്ടെന്നാണ്. 2000 ഒന്നും അല്ല കേട്ടോ, അതിനേക്കാളൊക്കെ ഇപ്പൊ, കാരണം എല്ലാ വർഷത്തിലും ഒത്തിരി എണ്ണം അയക്കുന്നുണ്ട്. 2000-ൽ കടന്നുണ്ടോ, അത്രയും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സാറ്റലൈറ്റ് പ്രധാനമായിട്ട് എന്തൊക്കെ വിക്ഷേപിക്കുക, വെതർ നോക്കാനും അതുപോലെ തന്നെ ഇതുപോലെ എന്റർടൈൻമെന്റ് പർപ്പസ്, അങ്ങനെ പല പല കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സാറ്റലൈറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ആ സാറ്റലൈറ്റിന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇതാണ് കൊടുക്കുന്ന അപ്ലിങ്ക് ഫ്രീക്വൻസി. അപ്പൊ കൊടുക്കുന്ന സിഗ്നൽ ഇങ്ങനെയാ. അപ്പൊ ഇത്രയും ഭാഗം എന്ത് വരുന്നതാ, സാറ്റലൈറ്റിൽ വരുന്നതാ. അപ്പൊ ഈ അപ്ലിങ്കിന്റെ സിഗ്നൽ ഫ്രീക്വൻസിന്റെ റേഞ്ചും ഡൗൺ ലിങ്കിന്റെ സിഗ്നൽ ഫ്രീക്വൻസിന്റെ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തോളൂ. അത് ചോദിച്ചിട്ടുണ്ട്. ഏതൊന്നിന്റെ ചോദിച്ചു, എനിക്ക് തോന്നുന്നു ഡൗൺ ലിങ്ക് ആണ് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള അപ്ലിങ്ക് സിഗ്നലിനെ ഇൻപുട്സിൽ ട്രാൻസ്പോണ്ടർ എന്ന് പറയുമ്പോൾ സെയിം ടൈം റിസീവ് ചെയ്യും, പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇതിനല്ലേ പറയുന്നേ? അതെ അതെ അതെ, ഇതിവിടെ റിസീവ് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇൻഫർമേഷൻ വരുന്നതില്ലേ, ഇൻപുട്ട് ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്തിട്ട് ആംപ്ലിഫയറിന്റെ ഒക്കെ സഹായത്തോടുകൂടി ഈ പറയുന്ന 6 GHz ഫ്രീക്വൻസിനെ മിക്സർ വെച്ചിട്ട് നമ്മൾ 4 GHz ഫ്രീക്വൻസി ആക്കി മാറ്റും. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻപുട്ട് മൾട്ടിപ്ലെക്സറിൽ കൂടെ ഈ ഇൻഫർമേഷൻസ് മൾട്ടിപ്ലെക്സ് ചെയ്തിട്ട് ട്രാവലിംഗ് വേവ് ട്യൂബ് ആംപ്ലിഫയറിൽ കൂടെ കടന്നിട്ട് ഔട്ട്പുട്ട് മൾട്ടിപ്ലെക്സറിൽ കൂടെ പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഇത് റിസീവ് ചെയ്യാം. ഇവിടെ റിസീവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡൗൺലിങ്ക് ഫ്രീക്വൻസിയാണ്. മനസ്സിലായോ? അതാണ് ട്രാൻസ്പോർട്ടറിന്റെ ഫംഗ്ഷൻ. അതാണ് തോന്നുന്നു ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന അപ്ലിങ്ക് സിഗ്നൽ അല്ലേ, അതിന് നമ്മൾ ഡൗൺലിങ്ക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ, വാല്യൂ 5.9 മുതൽ ഇത്രയും വലിയൊരു ഫ്രീക്വൻസിനെ ഇത്രയും കുഞ്ഞു ഫ്രീക്വൻസി, കുഞ്ഞതല്ല കമ്പാരിറ്റീവ്ലി കുറവെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയ ഫ്രീക്വൻസി റേഞ്ച് ആക്കി മാറ്റുന്നത് ട്രാൻസ്പോർട്ടറിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഈ വരുന്ന സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട്, അതാണോ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ കുറച്ച് ചെറുതാക്കിയിട്ട് റിസീവ് ചെയ്തിട്ട് ഈ ട്രാൻസ്പോണ്ടറിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സാധനം തന്നെയാണ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ഡൗൺലിങ്ക് ഫ്രീക്വൻസി, ഈ ചെറിയ ഫ്രീക്വൻസിയിലേക്ക് മാറുന്നത്. അപ്പൊ ട്രാൻസ്പോണ്ടറിന് റിസീവ് ചെയ്യാനും പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് ട്രാൻസ്പോണ്ടറിന്റെ ഫംഗ്ഷൻ. ട്രാൻസ്പോണ്ടർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഈ 3 എണ്ണമാണ് നോക്കേണ്ടത്. ട്രാൻസ്പോണ്ടർ, അപ്ലിങ്ക് ഫ്രീക്വൻസിന്റെ റേഞ്ചും ഡൗൺലിങ്ക് ഫ്രീക്വൻസിന്റെ റേഞ്ചും നോക്കാം. ഇനി എന്തിനാ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾക്കറിയാം there are different types of communication. നമുക്ക് പല രീതിയിൽ നമുക്ക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും, പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒരു 3 വേ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. നമുക്കിവിടെ പറയാനില്ല, ജസ്റ്റ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് പറയണം. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനും സ്കൈ വേവ് പ്രൊപ്പഗേഷനും ആണ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ നമുക്ക് ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാം. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിസ്റ്റൻസിലേക്കൊക്കെ പോകാനൊന്നും ഈ പറഞ്ഞ പ്രൊപ്പഗേഷൻ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതിന് സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കിലോമീറ്റർ, അത്രയും അതായത് നമുക്കിപ്പോ അമേരിക്കയിലുള്ള കാര്യം ഇവിടെ വരെ കാണുന്നു പറഞ്ഞു അപ്പൊ എത്ര ഡിസ്റ്റൻസിൽ ആ ഇൻഫർമേഷൻ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള നേട്ടം. നമ്മൾക്ക് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നിന്നും ഒത്തിരി വലിയ ഡിസ്റ്റൻസിലേക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ കാര്യം തന്നെയാണ് കേട്ടോ. ഫിഗറിൽ പറഞ്ഞ കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് സിമിലർ ടു സ്പേസ് മിറേഴ്സ് പോലെയാണ്. അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വരുന്ന സിഗ്നൽസിനെ ബൗൺസ് ചെയ്യുക എങ്ങനെയാണല്ലോ. അപ്പൊ വരുന്ന സിഗ്നൽസിനെ ബൗൺസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റേഡിയോ, ഇന്റർനെറ്റ്, ഡാറ്റ, ടെലിവിഷൻ പോലെയുള്ള മേഖലകളിലേക്ക് നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യും. അപ്പൊ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കും. പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണ്. അതാണ് ഈ പറഞ്ഞ അപ്ലിങ്കും ട്രാൻസ്പോണ്ടറും ഡൗൺലിങ്ക് എന്നും പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ ടിവിന്റെ കാര്യം കൺസിഡർ ചെയ്യുന്ന സമയത്ത് TV ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ വലിയ രീതിയിൽ പോകുന്നത് തന്നെ ഈ പറഞ്ഞ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് തന്നെ. അപ്പൊ ഇതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഇൻഫർമേഷൻ, അതാണ് ഈ അപ്ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ വരുന്ന ഇൻഫർമേഷൻ ട്രാൻസ്പോണ്ടറിലേക്ക് എത്തിക്കും. സെക്കൻഡ് സ്റ്റേജിലാണ് ട്രാൻസ്പോണ്ടർ ഉണ്ടാവുക. അതുപോലെ റേഡിയോ, റിസീവർ, ആംപ്ലിഫയർ, ട്രാൻസ്മിറ്റർ ഒക്കെ അതിൽ ഉണ്ടാവും. അപ്പൊ ദീസ് ട്രാൻസ്പോണ്ടേഴ്സ്, ഈ വരുന്ന ട്രാൻസ്പോണ്ടർ എന്ത് ചെയ്യും, നമ്മളുടെ സിഗ്നൽസിനെ, വരുന്ന ഇൻകമിങ് സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. പക്ഷെ അതിന്റെ ഡാറ്റാസ് ഒന്നും അവിടെ മാറില്ല. അതാണല്ലോ വേണ്ടത്. വരുന്ന ഡാറ്റ ഫുള്ള് മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് പറയാം. അപ്പൊ ഡാറ്റാസ് മാറാണ്ട് ഫ്രീക്വൻസി മാറ്റിയിട്ട് ആ ഒരു
വരുന്ന ഇൻഫർമേഷനെ റിസീവറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാം. നമുക്ക് ഈ പറയുന്ന ഇൻകമിംഗ് സിഗ്നൽ സോഴ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് ട്രാൻസ്പോണ്ടേഴ്സ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഫൈനൽ സ്റ്റേജിലാണ് ഈ പറയുന്ന സാധനം ഡൗൺ ലിങ്ക് ആയിട്ട് ആ റിസീവറിലേക്ക് എത്തുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പ് ലിങ്കേ ഉണ്ടാവുള്ളൂ എങ്കിലും മൾട്ടിപ്പിൾ ഡൗൺ ലിങ്ക്സ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഒരു അപ്പ് ലിങ്ക് നമ്മൾ ട്രാൻസ്മിറ്ററിൽ ഒരു അപ്പ് വരുമ്പോൾ താഴത്തേക്ക് അത് ഒത്തിരി സ്റ്റേഷനിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ഡൗൺ ലിങ്ക് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സാധാരണ. അപ്പൊ ഇതാണ് അപ്പ് ലിങ്ക് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് വെച്ചിട്ട് ഫ്രീക്വൻസി കൺവേർഷൻ നടന്നിട്ട് താഴത്തേക്ക് ഡൗൺ ലിങ്കിൽ എത്തും. താഴെയുള്ളത് ഗ്രൗണ്ട് സ്റ്റേഷൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് കെപ്ലേഴ്സ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ആസ്ട്രോണമിയിലെ കെപ്ലേഴ്സിന്റെ ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് പ്രധാനമായിട്ട് 3 സയന്റിഫിക് ആയിട്ടുള്ള ലോ ആണ്. അത് എങ്ങനെയാണ് സണ്ണിന് ചുറ്റുമായിട്ട് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് എന്നാണ് ആ 3 നിയമങ്ങളും കൊണ്ട് അവർ പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഒരിക്കൽ 3ാമത്തെ ലോന്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന ഓപ്ഷനില് 3rd ലോ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് വഴിയെ പറയാം. അപ്പൊ 3 നിയമങ്ങളാണുള്ളത്. ഒന്ന് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ദ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, അതിന് ദ ലോ ഓഫ് ഈക്വൽ ഏരിയാസ് എന്ന് പറയും. 3ാമത്തെ കെപ്ലേഴ്സ് 3rd ലോ, അത് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയും. ഇപ്പൊ തന്നെ പഠിച്ചോളൂ. 1ാമത്തെ ഓർബിറ്റ്, 2ാമത്തെ ഈക്വൽ ഏരിയ, 3ാമത്തെ പീരിയഡ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 നിയമങ്ങൾ. അപ്പൊ ഇതില് കെപ്ലേഴ്സിന്റെ നിയമങ്ങൾ പറയുന്ന സമയത്ത് മോഷൻ എന്ന് പറയുന്നത് ഓൾവേസ് റിലേറ്റീവ് ആണ്, അല്ലെ? ഒരാൾ മൂവ് ചെയ്യണു നമ്മൾ എപ്പോഴാ പറയാ? ഒരു സാധനം സ്റ്റേഷനറി നിൽക്കുന്നു, അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ആള് മൂവ് ചെയ്യണു എന്നാണ് നമ്മൾ പറയാ, അല്ലെ? അപ്പൊ എപ്പോഴും ഇത് റിലേറ്റീവ് ആയിരിക്കും. അപ്പൊ ബേസ്ഡ് ഓൺ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ അണ്ടർ മോഷൻ 2 ടൈപ്പ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഒന്ന് സ്റ്റേഷനറി നിൽക്കുന്നു, മറ്റേത് മൂവ് ചെയ്യണു എന്ന് പറയുന്ന സമയത്ത് ആ ഒരു മൂവ് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ട് ഒരു എനർജി ഉണ്ടാവും അതിലെ പാർട്ടിക്കിളിന്. അപ്പൊ അങ്ങനെ ഉള്ള മോഷനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആ മോഷൻസ്. അതാണ് ഒന്ന് ബൗണ്ടഡ് മോഷനും മറ്റേത് അൺബൗണ്ടഡ് മോഷനും. ക്ലിയർ ആണല്ലോ, അല്ലെ? അപ്പൊ അതില് 2 ടൈപ്പ് ഓഫ് മോഷൻ ആണ്. ഒന്ന് ബൗണ്ടഡ് മോഷനും ഒന്ന് അൺബൗണ്ടഡ് മോഷനും. ഇത് എന്താണെന്നുള്ള ജസ്റ്റ് ഫിഗർ ചെയ്ത് പറയാം. അപ്പൊ ബൗണ്ടഡ് മോഷനും അതുപോലെ തന്നെ അൺബൗണ്ടഡ് മോഷനും പറയും. ഈ മോഷൻ നമ്മൾ 2 പറയുന്നത്. അല്ല, മോഷൻ എപ്പോഴും റിലേറ്റീവ് ആയിരിക്കും. ഒന്ന് സ്റ്റേഷനറി ആണ്, മറ്റേത് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്നത് വിത്ത് എനർജിയുടെ സഹായത്തോടു കൂടിയാണ് അത് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന ആ മോഷൻ പറയാം. മറ്റേത് അൺബൗണ്ടഡ് മോഷൻ എന്നും പറയാം. ബൗണ്ടഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ബൗണ്ട് ചെയ്ത് തന്നെ നിൽക്കും. ഇപ്പൊ എർത്തിന് ചുറ്റും മൂൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബൗണ്ട് ചെയ്ത് നിൽക്കുക. അപ്പൊ അത് മൂൺ എവിടേക്കും പോകുന്നില്ലല്ലോ. അതാണ് ബൗണ്ടഡ് മോഷൻ. നമ്മളിപ്പോ എർത്തിൽ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചാലും എർത്ത് തന്നെ നിന്ന് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ബൗണ്ടഡ് മോഷൻ ആണ്. മനസ്സിലായോ? ഇനി നമ്മൾ എർത്ത് നിന്ന് മാർസിലേക്ക് നമ്മളൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാന്ന് വെച്ചോളൂ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ട് ഈ സാറ്റലൈറ്റ് നേരെ മാർസിൽ പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അവിടെയാണ് കിടന്ന് കറങ്ങുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? അൺബൗണ്ടഡ് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബൗണ്ടഡ് പറയുമ്പോ നമ്മളുടെ അവിടെ തന്നെ ചുറ്റി ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ അതിന് ചുറ്റി തന്നെ നിൽക്കും. അതേസമയത്ത് ആ ഒരു എന്താ പറയാ, ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നൊക്കെ വിട്ട് ഒരു ഭാഗത്ത് പോയിട്ടാണ് അത് കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? അൺബൗണ്ടഡ് മോഷൻ. മനസ്സിലായോ? അപ്പൊ ബൗണ്ടഡ് മോഷനിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിളിന് അതിന് എനർജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മോഷൻ നമ്മൾ പറയാം. അവിടെ എനർജി എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവെ നമ്മളുടെ ഒരു ബേസിക് ഫിഗർ എന്ന് പറയുന്നത് സർക്കിളാണ്. ഈ സർക്കിളിൽ നിന്ന് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് പല ഷേപ്പാണ്, അല്ലെ? ഒന്ന് നമ്മൾ എലിപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സർക്കിളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന കുറെ ഷേപ്പുകൾ ഉണ്ടല്ലേ? അപ്പൊ ഈ പറയുന്ന എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ കർവ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫിഗർ എന്ന് പറയുന്നത് സർക്കുലാരിറ്റിയിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നുള്ളത് അതിന്റെ മെഷർ ആണ് എന്തെന്ന് പറയുന്നത്? എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ബൗണ്ടഡില് എനർജി എന്ന് പറയുന്നത് <0 ആവുന്ന സമയത്ത് ഇതിന്റെ എക്സെൻട്രിസിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1, അതായത് <1 തന്നെ ആയിരിക്കും. ആ കാര്യമാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ബൗണ്ടഡിലാവുന്ന സമയത്ത് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, എനർജി <0 ആയിരിക്കും, എക്സെൻട്രിസിറ്റി <1 ആയിരിക്കും. സർക്കുലർ ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സെൻട്രിസിറ്റി എപ്പോഴും എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതല്ല എലിപ്റ്റിക്കൽ ആണെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്നത് <1 ആണ്. അപ്പൊ അതായത് 0 എങ്ങോട്ട് വേണമെങ്കിലും വ്യതിചലിക്കാം. ഓക്കെ, അതാണ് എക്സെൻട്രിസിറ്റി എന്തിന്റെ കേസ് പറയുന്നത്? നമ്മൾ ബൗണ്ടഡിൽ പറയുന്നത്. നമ്മളിപ്പോ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാറ്റലൈറ്റ് എങ്ങനെ വിക്ഷേപിക്കുന്നുണ്ടോ? ഈ എർത്ത് നിന്ന് ആദ്യം ഇങ്ങനെ റൗണ്ട് വരും.
പിന്നെ ഈ പോയിന്റിന് പിന്നെ റൗണ്ട് വരും. അതായത് സർക്കുലർ ഓർബിറ്റിൽ നിന്ന് അതിങ്ങനെ മാറി മാറി എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ സ്പേസിലേക്ക് അത് വിക്ഷേപിക്കുന്നത്. അപ്പൊ അതൊക്കെ ഈ എക്സെൻട്രിസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ബൗണ്ടഡിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത്. സർക്കുലർ ഓർബിറ്റില് എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 0 നോട്ട് ചെയ്യണം. എലിപ്റ്റിക്കൽ ഓർബിറ്റില് എക്സെൻട്രിസിറ്റി ഈ ലെസ് ദാൻ 1 ആയിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, അൺബൗണ്ടഡ് ആവുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് എനർജി, ടോട്ടൽ എനർജി അവിടെ ഉള്ളത് നമ്മൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. അതായത് അപ്പൊ ഈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതാണ് അതില് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇവിടെ എക്സെൻട്രിസിറ്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ അൺബൗണ്ടഡ് മോഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ മെയിൻ ആയിട്ട് വരുന്ന പാത്ത് എന്ന് പറയുന്ന ഒന്നിൽ പാരാബോളിക് ഓർബിറ്റോ അല്ലെങ്കിൽ ഹൈപ്പർബോളിക് പാത്ത് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പാരാബോളിക് ആണെങ്കിൽ അവിടെ എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഹൈപ്പർബോളിക് പാത്ത് ആണെങ്കിൽ ഈ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി നമ്മൾ നിയമത്തിലേക്ക്, പ്രധാനപ്പെട്ട നിയമത്തിലേക്ക് കടക്കുകയാണ്. കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് എന്താ, ഓക്കെ അതാ പറഞ്ഞത്. ഒരു സർക്കിൾ, നമ്മൾ സാധാരണ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കിളാ. അപ്പൊ ഈ സർക്കിളിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൽ നിന്നും വ്യതിചലിക്കുക പറയാം. അപ്പൊ നമ്മളിപ്പോ സർക്കിളിൽ ഒന്ന് നീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിപ്സ് ആയില്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എത്രത്തോളം സർക്കിളിൽ നിന്നും ഡീവിയേഷൻ വരുന്നു എന്നുള്ളത് കാണിക്കുന്നതിന്റെ മെഷർ ആണ് ഈ പറയുന്ന എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 0 to 1 വരെ വേരി ചെയ്യാം. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോ സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ അതിൽ എപ്പോഴും എക്സെൻട്രിസിറ്റി 0 ആയിരിക്കും. എലിപ്റ്റിക്കൽ ആണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും വരിക. ഹൈപ്പർബോളിക് പാത്ത് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരിക. ഇനി അതേസമയത്ത് പാരാബോളിക് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും വരിക. മനസ്സിലായോ? ആ, കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. കെപ്ലേഴ്സിന്റെ ആദ്യത്തെ നിയമം അനുസരിച്ചിട്ട് എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റുമായിട്ട് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റില് കറങ്ങുന്നു അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. അപ്പൊ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്താണെന്നും ഫോസൈ എന്താണെന്നുള്ളത് അറിയണം. ഈ സർക്കിളിനെ രണ്ട് ഭാഗത്തു നിന്നും നമ്മളൊന്ന് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിപ്സ് കിട്ടി അല്ലെ. ഇതാണല്ലോ നമ്മുടെ എലിപ്സ്, ഇതാണ് നമ്മുടെ എലിപ്സ് അല്ലെ. ഈ എലിപ്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ അതിന്റെ സെന്ററിൽ കൂടെ ഒരു പോയിന്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ രണ്ട് അറ്റത്തിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. ഇത് ഈ രണ്ട് പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഈ ഒരു പർട്ടിക്കുലർ രണ്ട് പോയിന്റുകൾ ഇടയിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ ഈ വാക്കുകളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പൊ ഈ ഇവിടെ രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും, രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു വാക്കെന്ന് പറയുന്നതാണ് സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും. അതായത് നമ്മള് ഈ സെന്ററിന്ന് ഈ സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ടോ ഹൊറിസോണ്ടൽ ആയിട്ട്, ഇതിന് പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. അതായത് ഈ ഭാഗം വലുതല്ലേ, അപ്പൊ മേജർ വലുതായതുകൊണ്ട് മേജർ ആക്സിസ് എന്നാ പറയാം, സെമി എന്നല്ല മേജർ ആക്സിസ് എന്നാണ്. ഈ അറ്റം മുതൽ ഇപ്പൊ A to B വരെയുള്ള ഈ പോയിന്റ് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. ഇതിന് സെന്ററിന്ന് ഇത് സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെന്ററിന്ന് ഈ വലതുഭാഗത്തുള്ള വെർട്ടെക്സിലേക്കോ അത് ഈ സെന്ററിന്ന് ഇടതുഭാഗത്തേക്കുള്ള വെർട്ടെക്സിലേക്കോ പോകുന്നത് ഒരേ ഡിസ്റ്റൻസ് ആണ്. ആ മേജർ ആക്സിസിന്റെ പകുതിയാണ് അത് അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്ന പേരാണ് സെമി മേജർ ആക്സിസ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് പറയും, സെമി മേജർ ആക്സിസ് എ എന്ന് പറയും. അപ്പൊ അതുപോലെ ഇടത്തേക്കും നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, എ എന്നാണ് നമ്മൾ എടുക്കുക. സെമി മേജർ ആക്സിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, സെമി മേജർ ആക്സിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, എ എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ വെർട്ടിക്കൽ ആയിട്ട് കാണുന്ന ഈ ലൈനിന് പറയുന്ന പേര് എന്തായിരിക്കും അപ്പോ മൈനർ ആക്സിസ്. എന്താ പറയാ, ഈ വലിയ ലൈനിന് മേജർ ആക്സിസ് എന്നും ചെറിയ ലൈനിനെ മൈനർ ആക്സിസ് എന്നും പറയും. അപ്പൊ സെന്ററിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ആ അത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് ബി, സ്മോൾ ബി എന്ന് പറയും. അതാണ് സെമി മൈനർ ആക്സിസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് സെമി മൈനർ ആക്സിസിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതില് നമ്മള് ഇതാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇതാണ് എലിപ്സ്. അപ്പൊ ഈ എലിപ്സില് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ഒന്ന് വെർട്ടെക്സ്, നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ, ഈ മുട്ടുന്ന ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എലിപ്സ് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ള രീതിക്ക് ഞാൻ വേഗം പറഞ്ഞത്. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല.
അപ്പൊ ഈ വെർട്ടെക്സ് രണ്ടും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ വലിയ ലൈന് പറയുന്ന പേരാണ് എന്ത്? മേജർ ആക്സിസ്. മനസ്സിലായോ? മേജർ ആക്സിസ് അത് മനസ്സിലായോ? ഇനി ഈ ചെറിയ രണ്ട് പോർഷനും തമ്മിൽ കണക്ട് ചെയ്ത് താഴത്തേക്ക് വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനാണ് മൈനർ ആക്സിസ്. അത് മനസ്സിലായോ? ആ മൈനർ ആക്സിസിന്റെ പകുതിനെ പറയുന്ന പേരാണ്. അതായത് ഈ സെന്ററിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ലൈനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ഭാഗമാണ്. സെമി പറഞ്ഞ പകുതി എന്നല്ലേ? അപ്പൊ മൈനർ ആക്സിസിന്റെ പകുതി സെമി മൈനർ ആക്സിസ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെങ്ത് ആണ് ബി. മനസ്സിലായോ? സെമി മൈനർ ആക്സിസ് ആണ് ബി. മനസ്സിലായോ? ആ മിസ് മനസ്സിലായി. അപ്പൊ മൊത്തം മൈനർ ആക്സിസ് എടുക്കുമ്പോ അതിന്റെ മൊത്തം ലെങ്ത് എത്രയായിരിക്കും? ബി പ്ലസ് ബി അല്ലെ? മോളിക്കും ബി താഴേക്കും ബി. അപ്പൊ എത്രയാ? 2b. മനസ്സിലായോ? ഇതൊക്കെ പിന്നീട് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ പറയുന്നത് കേട്ടോ. ഈ ബി എന്താണ് എ എന്താണെന്നുള്ളതൊക്കെ പിന്നീട് അറിയണം. നമ്മൾ ഇങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്യുക. എലിപ്സ് പറയുമ്പോൾ എലിപ്സിൽ നമ്മൾ മൈനർ ആക്സിസും മേജർ ആക്സിസും എയും ബിയും വെച്ചിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അത് എടുത്തത് കേട്ടോ. അപ്പൊ ഇനി മേജർ ആക്സിസ് എടുക്കുന്ന സമയത്ത് ഈ അറ്റത്തിന് ഈ അറ്റം വരെയുള്ളതാണ് മേജർ ആക്സിസ്. അതിന്റെ പകുതിയാണ് സെമി മേജർ ആക്സിസ്. അതിന്റെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? അപ്പൊ മേജർ ആക്സിസിന്റെ ലെങ്ത് എത്രയാ? 2a. 2a ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ മേജർ ആക്സിസ് മൈനർ ആക്സിസ് നോക്കി വെക്കുക. ഇതിൽ ഫോക്കസ് നോക്കി വെക്കുക. ഈ ഫോക്കസിലാണ് നമ്മുടെ വെറുതെ ഇരിക്കുന്ന മൂവ്മെന്റ് ഇല്ലാണ്ടിരിക്കുന്ന മൂവ്മെന്റ് ഇല്ലാന്നല്ല, സാറ്റലൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എർത്തിന് വലിയ മൂവ്മെന്റ് ഇല്ലല്ലോ. സാറ്റലൈറ്റ് ആണല്ലോ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പറയുന്ന എർത്തോ അല്ലെങ്കിൽ സണ്ണോ ഇരിക്കുന്ന ആ ഒരു പോർഷൻ ആണ് ഈ ഫോക്കസ് എന്ന് പറയുന്നത്. എപ്പോഴും സെന്ററിൽ വന്നിട്ടായിരിക്കില്ല ആരുണ്ടാവുക. നമ്മളിപ്പോ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും പോകുന്നു പറയുമ്പോൾ ഈ സണ്ണ് ഒരിക്കലും ഈ സെന്ററിൽ വന്നിട്ട് ഇരിക്കില്ല. എലിപ്സിന്റെ ഫോക്കസിൽ വന്നിട്ടായിരിക്കും ആര് ഇരിക്കുക? സണ്ണ് ഇരിക്കുക. അത് ഇനി പറയുമ്പോൾ പറയും കേട്ടോ. ഇത് ജസ്റ്റ് എന്താണ് വെർട്ടെക്സ്, എന്താണ് ഫോക്കസ്, എന്താണ് സെമി മേജർ, മൈനർ ആക്സിസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ നിയമത്തിൽ പറഞ്ഞു എല്ലാ പ്ലാനറ്റും റിവോൾവ് ചെയ്യുന്നത് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നത്. അതിൽ സൺ എന്ന് പറയുന്നിരിക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ എലിപ്സ്. അപ്പൊ എലിപ്സിന്റെ ഒരു ഫോക്കസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ, ഇതാണ് അതിന്റെ ഫോക്കസ് എങ്കിൽ ഇവിടെ ആയിരിക്കും ആരുണ്ടാവുക? നമ്മുടെ സൺ ഉണ്ടാവുക. ഈ സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നുണ്ടാവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അർത്ഥമായിരിക്കണമെങ്കിൽ അർത്ഥത്തിന് ചുറ്റും മൂണോ സാറ്റലൈറ്റോ അങ്ങനെ ആരാധിച്ചാൽ കറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഒന്നാമത്തെ നിയമം. അവിടെ എപ്പോഴും ഉള്ള ഓർബിറ്റ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ വേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ പെരിഹീലിയൻ, അപ്പിഹീലിയൻ എന്ന് പറയും. അപ്പൊ ഇതില് പെരിഹീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സണ്ണ് പറഞ്ഞില്ലേ, ഈ പോയിന്റ് അറ്റ് വിച്ച് ദ പ്ലാനറ്റ് ഈസ് ക്ലോസ് ടു ദ സൺ. ഈ പ്ലാനറ്റ് എർത്ത് ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് ഇത് ഇവിടെ എത്തും. ഇവിടെ എത്തുന്ന സമയത്ത് എർത്ത് സണ്ണിന്റെ ഏറ്റവും അടുത്ത. അപ്പൊ ഇങ്ങനെയുള്ള ആ പോയിന്റിൽ പറയുന്ന പേര്, അതായത് ഒരു പോയിന്റില് സണ്ണിനോട് അടുത്ത് വന്ന് നിൽക്കുന്നു നമ്മുടെ പ്ലാനറ്റ് എങ്കിൽ അതിന് പറയുന്ന പേര്, ആ പോയിന്റിൽ പറയുന്ന പേരാണ് എന്ത്? പെരിഹീലിയൻ. മനസ്സിലായോ? ഹീലിയ എന്ന് പറഞ്ഞാൽ അത് സണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ. ഓക്കെ, ഇനി എർത്ത് ഇതല്ല, ഒത്തിരി ദൂരെ പോയി നിൽക്കുക. സണ്ണിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ദൂരെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ പറയുന്നത്, ഏത് പോയിന്റിലാണ് സണ്ണിനെ വെച്ച് ദൂരെ പോയി നിൽക്കുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് അപ്പിഹീലിയൻ. മനസ്സിലായോ? ഫാർദർ ഫ്രം ദ സൺ. പെരിഹീലിയൻ ഏതാണ്ട് 147 മില്യൺ കിലോമീറ്റർ ഫ്രം സൺ ആയിരിക്കും. അപ്പിഹീലിയൻ ആണെന്നുണ്ടെങ്കിൽ 152 മില്യൺ കിലോമീറ്റർ ഫ്രം സൺ ആയിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ എലിപ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദ ഡിസ്റ്റൻസസ് ഓഫ് എനി പ്ലാനറ്റ് ഫ്രം ടു ഫോസൈ ഈസ് കോൺസ്റ്റന്റ്. ഈ രണ്ട് ഫോസയിൽ നിന്ന് എവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് എടുത്താലും അത് എന്തായിരിക്കും? സം ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ സാധനം. ഇതാണ് നമ്മൾ മേജർ ആക്സിസ്. അപ്പൊ എന്തായി? മൈനർ ആക്സിസ് 2bയും മേജർ ആക്സിസ് 2a ആയി. ഈ ഫിഗർ നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് സണ്ണ് ഇവിടെ ഏതെങ്കിലും ഫോക്കസിലായി, ഒന്നിനും ഇവിടെ വന്ന് സണ്ണ് വെക്കും, അല്ലെങ്കിൽ ഇവിടെ വന്ന് സണ്ണ് വെക്കും. അപ്പൊ ഇതിന് ചുറ്റും ഈ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും പ്ലാനറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. രണ്ടാം നിയമം, ദ ലോ ഓഫ് ഈക്വൽ ഏരിയാസ് എന്ന് പറയുന്നത്, ഇത് വേറൊന്നുമല്ല, ദ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു 10 മിനിറ്റില് നമുക്കിപ്പോ ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റില് ഇവിടെ നിന്ന് നമ്മുടെ സണ്ണ്, നമ്മളിപ്പോ എർത്ത് സണ്ണിന് ചുറ്റി നടക്കുകയാണല്ലോ. അപ്പൊ സണ്ണിന്റെ ഒരു 10 മിനിറ്റ് എടുത്തു. ഈ 10 മിനിറ്റില് ഇവിടെ നിന്ന്
നമ്മുടെ എർത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയവും ഒരു 10 മിനിറ്റില് ഒരു എർത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയവും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയം എന്തായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ടൈം ഞാൻ 10 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ 10 മിനിറ്റില് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ ഏരിയ എടുത്താലും അതേപോലെ 10 മിനിറ്റ് കൊണ്ട് എർത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നീങ്ങുന്ന ഏരിയ എടുത്താലും ഏരിയ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതെന്തുകൊണ്ടാ അങ്ങനെ ഏരിയ സെയിം ആവാൻ കാരണം? നോക്കുമ്പോ രണ്ട് തരത്തിലുള്ള ഷേപ്പാ. പിന്നെ ഇന്നത് ഏരിയ സെയിം ആയി നമുക്ക് പറയാൻ പറ്റിയത് ഡിസ്റ്റൻസ് ആണ് മിസ്സേ. ഈ ഡിസ്റ്റൻസ് ഏറ്റവും കൂടും എന്താ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മതി. ഇവിടെ നിന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് നീങ്ങും ഈ സമയത്തിനുള്ളിൽ. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് സണ്ണിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ എർത്ത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നീങ്ങും. പക്ഷെ ഇത്രയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് അതായത് ഈ ഒരു പോയിന്റ് 1 നിന്ന് ഈ ഒരു പോയിന്റ് 2ലേക്ക് എത്താൻ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പതുക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം സണ്ണിൽ നിന്നുള്ള ആ ഒരു അട്രാക്ഷൻ അവിടെ കുറവല്ലേ, അപ്പൊ അതവിടെ കുറച്ചേ പോകുള്ളൂ. അതേസമയത്ത് ഈ ഭാഗം എടുക്കുന്ന സമയത്ത് വേഗം നീങ്ങും. അതുകൊണ്ട് ടോട്ടൽ രണ്ടിന്റെയും ഏരിയ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അത് നെറ്റിലൊന്നോ കെപ്ലർ സെക്കൻഡിലൊന്നോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മൂവ്മെന്റ് വെച്ചിട്ടുള്ള ആ മോഷൻ വെച്ചിട്ടുള്ള വീഡിയോ കാണാം. അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം കേട്ടോ. ഈ പറയുന്നതിനേക്കാൾ അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ റേഡിയസ് വെക്ടർ ഡ്രോൺ ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയാസ് ആയിരിക്കും അത് എടുക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഓർബിറ്റ് എന്ന് പറയുന്നത് സർക്കുലർ ആയിരിക്കില്ല. അപ്പൊ പ്ലാനറ്റിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല അതിന്റെ പാത്തില്. അതാണ് പറഞ്ഞത്. അടുത്ത പെരിഹീലിയന്റെ അടുത്താവുന്ന സമയത്ത് കൈനറ്റിക് എനർജി അവിടെ കുറച്ച് കൂടുതലായിരിക്കും സണ്ണിന്റെ അടുത്താവുന്ന സമയത്ത്. അതേ സമയത്ത് സണ്ണിന്റെ അപ്പുറത്ത് കുറച്ച് ദൂരെ നിൽക്കുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി കുറച്ച് കുറവായിരിക്കും, മൂവ്മെന്റ് കുറച്ച് കുറവായിരിക്കും. അപ്പം ഇംപ്ലൈസ് മോർ സ്പീഡ് അറ്റ് ദ പെരിഹീലിയൻ ആൻഡ് ലെസ് സ്പീഡ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതൽ എവിടെയായിരിക്കും? പെരിഹീലിയന്റെ അവിടെ സ്പീഡ് കൂടുതലായിരിക്കും, അപ്പിഹീലിയന്റെ അവിടെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, അത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് എഴുതി തന്നേ ഉള്ളൂ. ഇവിടെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്. പ്ലാനറ്റ് ഫ്രം ദ സൺ ആണ് അറ്റ് പെരിഹീലിയൻ ആൻഡ് അറ്റ് അപ്പിഹീലിയൻ R max ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ഈ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. R minimum plus R max is equal to 2a, അല്ലെ? മേജർ ആക്സിസ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ വരുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പഠിക്കാനുള്ളത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ഇക്വേഷൻ ഇട്ടതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് അപ്പോഗി ആൻഡ് പെരിഗി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിന്റെയാണ് നമുക്ക് ഇക്വേഷൻ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് പറഞ്ഞത്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ സ്പീഡിൽ പോകും, ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. പക്ഷെ രണ്ടും ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ആ ഒരു ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഏരിയ സ്വീപ്പ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ കെപ്ലർസ് സെക്കൻഡ് ലോ can also be stated as എങ്ങനെ പറയാം? The aerial velocity of the planet revolving around the sun in elliptical orbit remains constant, which implies the angular momentum of the planet remains constant. Okay, അപ്പോ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഏരിയ ഇവിടെ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെയാണ് കെപ്ലർ തേർഡ്. ഇതാണ് നമുക്ക് ഒരു ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിങ്ങളുടെ എക്സാമിന് തന്നെ തോന്നുന്നു. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്, അതുപോലെ ടി 2/3 പ്രൊപ്പോർഷണൽ ടു a 1/3 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇക്വേഷൻ. അപ്പൊ ടിയും എയും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ചോദിച്ചു. അപ്പൊ നമുക്ക് നേരെ പഠിക്കാത്ത ഒരാൾക്ക് അതൊരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു കെപ്ലേഴ്സിന്റെ ലോ ഓഫ് പീരിയഡ് അഥവാ മൂന്നാമത്തെ നിയമത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ഈ എ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്, അതാണ് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഷോർട്ടർ ദ ഓർബിറ്റ് ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ദ ഷോർട്ടർ ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. അപ്പൊ നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെ? അപ്പൊ ടൈമും മറ്റേ ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ടൈം കുറച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ഓർബിറ്റ് എന്തായിരിക്കും? ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്.
അപ്പോ ഒന്ന് ഒന്ന് റീകളക്ട് ചെയ്യൂ. എന്താണ് കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് ലോ പറയുന്നത്? അതിന്റെ പേര് വന്നാലും മതി, ഫസ്റ്റ് ലോന്റെ പേര് വന്നാലും മതി. According to Kepler's first law, the planet revolve around the sun in elliptical orbit with the sun other ഒരു ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. എന്താണ് സെക്കൻഡ് ലോ? ഈക്വൽ ഏരിയാസ്. അപ്പൊ according to second law, speed at which the planets move in space continuously changes. The second law helps to explain when the planets are closer to the sun, they will travel. The equal area, equal time അത് എന്ത് ചെയ്യും? അത് കവർ ചെയ്യും. തേർഡ് ലോ പീരിയഡ്സ്. അപ്പൊ കെപ്ലർസ് തേർഡ് ലോ പറയുന്ന ലോ ഓഫ് പീരിയഡ്സ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിനായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ടാവാം. പൊതുവെ നമ്മളുടെ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഈ കറങ്ങുന്നതൊന്നും ഒരിക്കലും സർക്കുലറിലായിരിക്കില്ല. സർക്കുലറിലാണെന്നുണ്ടെങ്കിൽ അത്ര അടുത്തായിരിക്കണം. ഓക്കെ, അത് എപ്പോഴും ഒരു അകലെ ആയതുകൊണ്ട് അത് എപ്പോഴും ഒരു എലിപ്റ്റിക്കൽ ഇതാണ്. അതിന്റെ ഒരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അത് എലിപ്റ്റിക്കൽ പാത്തായിരിക്കും എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഫോർ ഓർബിറ്റ്സ് ടു ബി സർക്കിൾ ഇറ്റ് റിക്വയർസ് പ്ലാനറ്റ് ടു ട്രാവൽ വിത്ത് എ സർട്ടൻ വെലോസിറ്റി വിച്ച് ഇസ് എക്സ്ട്രീംലി അൺലൈക്ക്. ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി മാത്രമായിട്ട് അതിനകത്ത് കറങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ദ നീഡ് ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് എവരി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ പറഞ്ഞ ലോസ് എല്ലാം തന്നെ കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞില്ലേ, സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഒറ്റ പോക്ക് കൊണ്ട് പോവില്ല ചെയ്യാം. ഇവിടെ റോക്കറ്റ് പോകുന്നുണ്ട്, പക്ഷെ ഈ റോക്കറ്റ് അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അതവിടെ അങ്ങനെ കറങ്ങി ഒരു പർട്ടിക്കുലർ പാത്ത് എടുക്കും. ആ പാത്ത് പിന്നെയും ഒരു റൗണ്ടോടെ കറങ്ങി, പിന്നെയും ഒരു റൗണ്ടോടെ കറങ്ങിയിട്ടാണ് നമ്മളുടെ ആ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്താണ് പിന്നെ ആ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ കറങ്ങുക. അതുവരെ ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കാണുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ പൊതുവെ എല്ലാ വിക്ഷേപണങ്ങളിലും ഈ ഒരു ഇതിലായിരിക്കും അത് പോവുക. കാരണം അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് സർക്കുലർ ഓർബിറ്റ് വരും. പിന്നെ ഡിസ്റ്റൻസ് പോകുന്നതോറും ഈ പറയുന്ന എലിപ്റ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് അവിടത്തേക്ക് നമുക്ക് വിക്ഷേപിക്കാനും പറ്റുള്ളൂ. അതാണ് അതിന്റെ ഈ ഒരു എലിപ്റ്റിക്കൽ പാത്തിന്റെ ഗുണം അതാണ്. ഓക്കെ, അപ്പോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസസ് 2 types of പിന്നെ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ 2 type ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കൂടിയുണ്ട്. ഒന്ന് പാസീവ് സാറ്റലൈറ്റും മറ്റേത് ആക്റ്റീവ് സാറ്റലൈറ്റും. ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ഹൈഡ്രജൻ ബലൂൺ എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വരുന്ന ഡാറ്റനെ അങ്ങനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെ? അതേ സമയത്ത് ആക്റ്റീവ് സാറ്റലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രോസസ് ഒക്കെ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള പണികൾ ചെയ്യും. ഇതാണ് പാസീവും ആക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. പാസീവ് പറയുന്ന സമയത്ത് മുമ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാസീവ് സാറ്റലൈറ്റ്, പിന്നെ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ് ആയതിനു ശേഷം ഇപ്പൊ ഒക്കെ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഒരു എക്സാമ്പിൾ വന്നപ്പോ ഹൈഡ്രജൻ ബലൂൺ ഡാറ്റാസ് അതിലൊരു മെറ്റാലിക് കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ടെക്നിക്കലി അതെന്താണ്, ഒരു പാസീവ് സാറ്റലൈറ്റ് ആണ്. ഇത് ജസ്റ്റ് ഈ പറഞ്ഞ മൈക്രോവേവ് സിഗ്നൽസിനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. പാസീവ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് റിഫ്ലക്ട് സിഗ്നൽ ബാക്ക് ടുവേർഡ്സ് വിത്തൗട്ട് ആംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളത് കൊടുക്കുക ചെയ്യാം. അപ്പൊ സിൻസ് സാറ്റലൈറ്റ് ഓർബിറ്റ് ഹൈറ്റ് ക്യാൻ ബി റേഞ്ച്, ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഓർബിറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2000 മുതൽ 35,786 കിലോമീറ്റർ വരെ റേഞ്ചിൽ വേരി ചെയ്യാം. അപ്പൊ ഈ വേരി ചെയ്യുന്നതിനനുസരിച്ച് അവിടെ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റൻവേഷനും കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് റിസീവ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത് അവിടെ വീക്ക് ആവാനുള്ള സാധ്യത ഏതിലുണ്ട്? പാസീവ് സാറ്റലൈറ്റിലുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്റ്റീവ് സാറ്റലൈറ്റ് കൊണ്ടുവന്നത്. ഇവിടെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ വന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സിഗ്നൽ കുറച്ച് വീക്ക് നമുക്ക് വന്നു സിഗ്നൽ, അത് കുറച്ച് നോയ്സും കണ്ട ഇന്റർഫറൻസ് ഒക്കെ വന്നിട്ട് ഇത്തിരി അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞാലും തന്നെ അതിൽ കൂട്ടാനുള്ള പരിപാടികൾ ആക്റ്റീവ് സാറ്റലൈറ്റ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് സിഗ്നൽ വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, എന്നിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോൾ സിഗ്നൽ നല്ല അടിപൊളി സ്ട്രെങ്തോടു കൂടി തന്നെ നമുക്ക് അവിടെ എത്തും. ഓക്കെ, അതാണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം. മുമ്പൊക്കെ പാസീവ് ആയിരുന്നു, പിന്നീട് ടെക്നോളജി വളർന്നപ്പോ ഇപ്പൊ ആക്റ്റീവ് ആണ് കൂടുതലുള്ളത്. അപ്പൊ ഈ പറയുന്ന ഇന്റർഫറൻസ് സിഗ്നൽസോ അങ്ങനെയുള്ള മിക്സിംഗ് അപ്പൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ട്രാൻസ്പോണ്ടർ ഒക്കെ കൊണ്ടുള്ള ഗുണം. അതാണ് നമുക്ക് അവിടെ ആംപ്ലിഫിക്കേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് സിഗ്നൽ പ്രശ്നമില്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഫ്രീക്വൻസി അലോക്കേഷൻ ഒക്കെ ചെയ്യും. ഒരു പർട്ടിക്കുലർ സിഗ്നൽ ഇന്ന ഫ്രീക്വൻസി റേഞ്ചിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും നമുക്ക് PSCയുടെ ഇഷ്ട വിഭാഗമാണ് ജിയോ സിഗ്നസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഇൻഫർമേഷൻ സിഗ്നലുകളുടെ കൂടെ ഈ പറയുന്ന ഇന്റർഫറൻസ് സിഗ്നലൊക്കെ എന്തെങ്കിലും വന്ന് മിക്സപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി
അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് നമ്മൾ മുമ്പ് അപ്ലിങ്കും ഡൗൺലിങ്കും ഒക്കെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ കണ്ടത് അതുകൊണ്ടാണ്. ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി അലോക്കേഷൻ ഒക്കെ ചെയ്യുന്നത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആണ്, ITU. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് പല ഓർബിറ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ, അത് പാത്ത് ഫോളോ ചെയ്യുന്ന പല ഓർബിറ്റുകളായിരിക്കും. ആ പാത്ത് അതിനനുസരിച്ചിട്ട് പ്രധാനമായിട്ടും 3 സാറ്റലൈറ്റ് ഉണ്ട്, ലിയോ, മിയോ, ജിയോ പറഞ്ഞിട്ട്. ഇതില് PSCയുടെ ഇഷ്ട വിഭാഗം ജിയോനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചിട്ട് ജിയോന്റെ ഡിസ്റ്റൻസ് എർത്തുനിന്ന് അതിന്റെ ഓർബിറ്റിന്റെ ഡിസ്റ്റൻസ് എത്രത്തോളമാണ് ഫ്രം സർഫസ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഇത് 35,786 കിലോമീറ്റർ ആണ്. പക്ഷെ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 36,000 കിലോമീറ്റർ എന്ന് ചോദിച്ചാലും അത് ആരെന്നെയാണ്, ജിയോ സിഗ്നൽ സാറ്റലൈറ്റിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ജിയോ സിഗ്നൽ ആ ഒരു ഓർബിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഒപ്പം കടന്ന് കറങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത് കറങ്ങുന്നുണ്ട്, പക്ഷെ നോക്കുമ്പോൾ അതെന്തായിരിക്കും, സ്റ്റേഷനറി ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക. അതാണ് ജിയോ സിഗ്നൽസിന്റെ പ്രത്യേകത. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയാം കേട്ടോ. ഓക്കെ, ഇഫ് യു ക്യാൻ സ്പോട്ട് സച്ച് സാറ്റലൈറ്റ്, അതായത് എർത്തിന്റെ റൊട്ടേഷൻ അത് സിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് സ്റ്റേഷനറി ആയിട്ട് നമുക്ക് തോന്നുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതില് ഈ പറയുന്ന ജിയോ സിഗ്നൽസ് ഓർബിറ്റ് ഒക്കെ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടാണ്ട്. അപ്പൊ അങ്ങനെ റഷ്യ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്ത സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവര് ജിയോ സാറ്റലൈറ്റ്സ് ആകട്ടെ ഇക്വറ്റോറിയൽ റീജിയനിലൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോളാർ റീജിയനിലൊക്കെ വരുന്ന സമയത്ത് അവിടെ കറക്റ്റ് ആയിട്ടുള്ള കവറേജ് കിട്ടുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇതാണല്ലോ നമ്മുടെ ഭൂമി. അപ്പൊ ഭൂമിന്റെ ഒരു പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു ഇക്വേറ്റർ ഉണ്ടല്ലോ, അപ്പൊ അതിന് കുറച്ചുകൂടി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഓർബിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കറക്കാൻ തുടങ്ങി. നോർമലി ഉള്ള ഓർബിറ്റിനേക്കാളും കുറച്ച് ചരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും. ആ ഒരു ഇതിനെ പറഞ്ഞ പേരാണ്, അതിപ്പോ എന്റെ പേര് പറയാം, അത് റഷ്യക്കാരാണ് അത് ചെയ്തത്. അത് എന്താ വെച്ചാൽ ഈ പറയുന്ന പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഓർബിറ്റിന് നല്ല ഇൻക്ലിനേഷനിൽ ഓർബിറ്റ് ഉണ്ടാക്കി വെച്ചു. അതിന് പറഞ്ഞ പേരാണ് മോൾനിയ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് ഇക്വേറ്ററിലുള്ളത് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടി, പോളാറിലുള്ളതും കാര്യമായിട്ട് കിട്ടി. ജിയോ സിഗ്നൽ സാറ്റലൈറ്റ് അവർക്ക് പറ്റിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നം അവർ സോൾവ് ചെയ്തത് ഈ മോൾനിയ ഓർബിറ്റോടെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിനും ഇതേപോലെ തന്നെ 24 മണിക്കൂറൊക്കെയാണ് മോൾനിയന്റെയും പീരീഡ് എന്നുള്ളത്. പക്ഷെ അതില് ഇറ്റ് വുഡ് ബി ക്ലോസ് ടു എർത്തിനോട് ക്ലോസ് ആയി നിൽക്കുന്നത് ആകെ 6 to 9 അവേഴ്സ് വരെയുള്ളൂ. ഓക്കെ, അപ്പൊ റഷ്യ ഈ പറയുന്ന മോൾനിയ ഓർബിറ്റ് കണ്ടെത്തിയ ശേഷം ഈ മോൾനിയ ഓർബിറ്റിനെ കുറിച്ച് ചോദിക്കാം, ഏത് രാജ്യമാണ് കണ്ടെത്തിയത് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഓർബിറ്റിലായിരിക്കും അത് കറങ്ങുന്നുണ്ടാവുക. ഇതാണ് അതിന്റെ ഒരു ഇത്. നമ്മളിപ്പോ എർത്ത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇൻക്ലൈൻ കറങ്ങുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് സാറ്റലൈറ്റ് ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്ത് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തോടെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 3 തരത്തിലുള്ള ഓർബിറ്റ് ഉണ്ടെന്നുള്ളത്. ആ ഓർബിറ്റിനനുസരിച്ചിട്ട് ആ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ലിയോ, മിയോ, ജിയോ എന്ന് പറഞ്ഞിട്ട്. അല്ലെ ലിയോ എന്ന് പറയുമ്പോൾ ലോ എർത്ത് ഓർബിറ്റ് ആണ്. അപ്പൊ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർക്കുലർ ഓർബിറ്റാണ്. കാരണം ലോ എർത്ത് ഓർബിറ്റ് എർത്തിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഓർബിറ്റാണ്. അവിടെ സർക്കുലർ മോഷനേ വരുള്ളൂ. ഒരുപാട് ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് ഇതിന്റെ എക്സെൻട്രിസിറ്റി മാറിയിട്ട് അത് അങ്ങനെ എലിപ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു 160 ടു നമ്മൾ എർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 160 ടു ഒരു 2000 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഇത്ര അടുത്തല്ലേ, വേഗം കറങ്ങി വരാൻ പറ്റും. അടുത്തുള്ളതിന് വേഗം കറങ്ങി വരാൻ പറ്റും, ദൂരേക്കുള്ളതിനാണ് കറങ്ങാൻ ഇത്തിരി പാട്. അപ്പൊ ഇതിന് ഏതാണ്ട് റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 90 മിനിറ്റ് മാത്രമാണ്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോ ഇതിൽ എങ്ങനെയാ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് കണക്ടിവിറ്റി ഉണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇത് അടുത്തല്ലേ. നമ്മളിപ്പോ ടോർച്ച് അടിക്കുന്ന സമയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ അടുത്തുള്ളതില് ടോർച്ച്, അതായത് ടോർച്ച് കുറച്ച് ഹൈറ്റിലേക്ക് വെക്കുന്നതോറും കൂടുതൽ നമുക്ക് ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഓർബിറ്റ് ഇത്രയും അടുത്തായത് കൊണ്ട് തന്നെ അത് നമുക്ക് അധികം ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ലിയോ സാറ്റലൈറ്റുകൾ ഒത്തിരി എണ്ണം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇത് കുറച്ചുകൂടെ ഓർബിറ്റ് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഓർബിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ലിയോന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര
ഗുണമാണ്. പിന്നെ വെച്ചാൽ അധികം ഇന്റർഫറൻസ് വരില്ല, കാരണം ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹൈ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ ആയിരിക്കും ഇതിന് ഉണ്ടാവുക. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുറച്ച് ഏരിയ മാത്രം നമുക്ക് ഇത് കവർ ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ കോൺസ്റ്റലേഷൻ സാറ്റലൈറ്റ്, അതായത് ഒത്തിരി എണ്ണം സാറ്റലൈറ്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ എന്നാൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഔട്ട്പുട്ട് ഇതിൽ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് കുറച്ചൊന്ന് നമ്മൾ ടോർച്ച് കുറച്ചുകൂടെ മുകളിലേക്ക് ഹൈറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ഏരിയ കിട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് മുകളിലേക്ക് വന്ന ഓർബിറ്റ് ആണ് മീഡിയം എർത്ത് ഓർബിറ്റ് അഥവാ മിയോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എർത്തിൽ നിന്ന് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 2000 ടു ഒരു 36,000 കിലോമീറ്റർ, 36,000 അല്ലെങ്കിൽ 35,786 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലുണ്ടാവും. അപ്പൊ ഇതെന്താ വെച്ചാൽ ലോ എർത്ത് ഓർബിറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിസിബിൾ ഡ്യൂറേഷനും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് മറ്റേത് വെറും 90 മിനിറ്റിൽ ഒരു 3 to 12 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഇതിന്റെ റെവല്യൂഷൻ സാധ്യമാണ്. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ കവറേജ് ആണ്. ലിയോനേക്കാളും കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇന്റർഫറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒരു പ്രശ്നമാണ്. പക്ഷെ അത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ മറ്റുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ഓർബിറ്റ് ആണ് ജിയോ സ്റ്റേഷൻ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും ആ ഒരു ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞല്ലോ മിയോനേക്കാളും കുറച്ച് മുകളിലേക്ക് വരും. അപ്പൊ ഇവിടെ എർത്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്റ്റൻസിലേക്കായിരിക്കും എന്തുണ്ടാവുക, ജിയോ സ്റ്റേഷൻ വരും. 36,000 കിലോമീറ്റർ ദൂരേക്ക് ആയിരിക്കും ഈ പറയുന്ന സാറ്റലൈറ്റ് ഉണ്ടാവുക. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ എർത്തിന്റെ എങ്ങനെയാണ് 24 അവർ ആണ്, 24 അവർ കവർ ചെയ്യുന്ന 360 ഡിഗ്രി അത് കവർ ചെയ്യും. നമുക്ക് പക്ഷെ നോക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് മൂവ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ അതേ സ്പീഡാണ്, എർത്തിന്റെ സ്പീഡ് എങ്ങനെയാണോ അതേ സ്പീഡിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് അവിടെ സ്റ്റേഷൻ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. പക്ഷെ അത് ഒരുപാട് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ കവറേജ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ജിയോ സ്റ്റേഷനിൽ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. പ്രത്യേകിച്ച് ടെലിവിഷൻ DTH സർവീസ് ഒക്കെ നടത്തുന്നത് ഇതിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരിലേക്ക് അത് എത്തും ഇൻഫർമേഷൻ. ഇത്രയും ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ജിയോ സ്റ്റേഷനിൽ ഓർബിറ്റ് വരിക കേട്ടോ. ഇതല്ലാണ്ട് ചില കോമൺ ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ചപ്പോഴേ പറഞ്ഞിട്ടുള്ള മോൾനിയ ഓർബിറ്റ് എന്ന് പറയുന്നത്. അത് റഷ്യക്കാര് വെരി ഹൈ ഇൻഡിനേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർബിറ്റ് ആണ്. ഇക്വിറ്റോറിയലിന്റെ കൂടെ തന്നെ പോൾ റീജിയനും നല്ല രീതിയിൽ കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. മോൾനിയ ഓർബിറ്റ് മുമ്പ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്താണ് കേട്ടോ. 24 അവറാണ്, 6 to 9 hours ആണ് ക്ലോസ്ഡ് എർത്ത് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഓർബിറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താ? മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാറ്റലൈറ്റ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെ? ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ബോഡിയാണ്. റോക്കറ്റിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അത് ഏതെങ്കിലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് ഭൂമിയിൽ നിന്നും സ്പേസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സാറ്റലൈറ്റ് ആണ് ആരെന്ന് പറയുന്നത്, മൂൺ എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മുടെ പല കമ്മ്യൂണിക്കേഷൻ പർപ്പസിലൂടെ നമ്മൾ വിക്ഷേപിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സർക്കുലർ ഓർബിറ്റിനേക്കാളും കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യാനും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനും അതിന് വേണ്ടിയത് ഏതാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. അതുകൊണ്ട് പൊതുവെ ഈ പറഞ്ഞ സാറ്റലൈറ്റെല്ലാം തന്നെ കവർ ചെയ്യുന്നത് ഇൻ ഓർബിറ്റ് ആയിരിക്കും, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. എന്താണ് ലോ ഓർബിറ്റ് എന്ന് പറയുന്നത്? ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ് ആണ്. അപ്പൊ അവിടെ എർത്തിനോട് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ് ആയിരിക്കും. 160 മുതൽ 2000 കിലോമീറ്റർ എബോവ് സർഫസ് ആണ്. ഏതാണ്ട് 1 hour 90 മിനിറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ റെവല്യൂഷൻ ടൈം വരിക. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ആ ഡിസ്റ്റൻസ് ആണ് നമുക്കത് ഇമ്പോർട്ടന്റ്. പിന്നെ 24 മണിക്കൂർ കിട്ടില്ല, 23 മണിക്കൂർ 56 മിനിറ്റിന് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന് 24 മണിക്കൂറാണ് അതിന്റെ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോ ഇതിപ്പോ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ജസ്റ്റ് പറഞ്ഞതാ. സർക്കുലർ മോഷനേക്കാളും എലിപ്റ്റിക്കൽ മോഷനിൽ നമുക്ക് എനർജി വേരി ചെയ്യാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടാം. മറ്റേതാകുമ്പോൾ ആ ഒരു എനർജി എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് നമുക്ക് തള്ളി മാറ്റാൻ എളുപ്പമാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അത് നിങ്ങളുടെ അതിലുള്ളതാണ് അപ്പോഗി പെരിഗി. ഒന്നും വേണ്ട, അപ്ഹീലിയൻ പെരിഹീലിയൻ മനസ്സിലായ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. അപ്പോഗി എന്തായിരിക്കും, ഏത് പോയിന്റ് ആയിരിക്കും? ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആയിരിക്കും. മറ്റേത് ഹീലിയൻ പറയുമ്പോൾ സണ്ണിന്റെ അടുത്ത് വെച്ച് നോക്കുക. ഇത് ഗീ പറയുന്ന സമയത്ത് സാറ്റലൈറ്റും അതുപോലെ തന്നെ എർത്തും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് എർത്ത് ഇങ്ങനെ എലിപ്സ് ഈ ഒരു ഫോക്കസിൽ നിൽക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, പെരിഗി എന്ന് പറയുന്നത്. ദൂരെയുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, അപ്പോഗി. ഓക്കെ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ at present satellite communication is essential for making it possible to connect globally and share information worldwide. നമുക്കറിയാം
അപ്പൊ ഇതില് പ്രധാനപ്പെട്ട 2 പോയിന്റ് അതിന്റെ പൊസിഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പോഗി പോയിന്റ് എന്ന് പറയുന്നത് പെരിഗി പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും അടുത്തിരിക്കുന്ന പോയിന്റ് പെരിഗിയും ദൂരമുള്ളതെന്ന് പറയുന്നത് അപ്പോഗി പോയിന്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് എർത്ത് ഇസ് വെരി ഹൈ ആണെന്നുണ്ടെങ്കിൽ അപ്പോഗി പോയിന്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് എർത്ത് എന്ന് ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് പെരിഗി പോയിന്റും ആണ്. ഈ 2 പോയിന്റ്സും ഡിഫൈൻ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അല്ലെ. എർത്തിൽ നിന്നും അകലെയാണെന്നുണ്ടെങ്കിൽ അപ്പോഗിയും അടുത്താണെന്നുണ്ടെങ്കിൽ പെരിഗിയുമാണ്. അത് എലിപ്റ്റിക്കൽ ഓർഡറിലാണ് അത് വരിക. അതൊക്കെ നമ്മളിപ്പോ ചിത്രത്തിൽ കണ്ടില്ലേ, അതന്നെ പറയണത് കേട്ടോ. അപ്പൊ വെൻ ദേ റിവോൾവ് അറൌണ്ട് ദ എർത്ത് ഫ്യൂ സാറ്റലൈറ്റ്സ് വിൽ ബി നിയർ ടു ദ എർത്ത് ആൻഡ് ഫ്യൂ സാറ്റലൈറ്റ്സ്. അതാണ് നമ്മള് എർത്തിന് ചുറ്റും കറങ്ങുമ്പോൾ കുറച്ചെണ്ണം എന്തായിരിക്കും എർത്തിന് അടുത്തായിരിക്കും, കുറച്ചെണ്ണം ദൂരെയായിരിക്കും. അതിന് ബേസ് ചെയ്തിട്ടാണ് അപ്പോഗി പോയിന്റും പെരിഗി പോയിന്റും വന്നിട്ടുള്ളത്. ഇതാണ് ആ ചിത്രം. ഇതാണോ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഈ പോയിന്റ് ആണ് പെരിഗി, ദൂരെയുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് അപ്പോഗി എന്ന് പറയുന്നത്. ഇതാണ് ഫോക്കസ് പോയിന്റുകൾ. ഫോക്കസ് പോയിന്റുകളിലാണ് എന്ത് നിൽക്കുക, നമ്മള് സാറ്റലൈറ്റ് അല്ലാത്തത് നിൽക്കുക. ഓക്കെ, താങ്ക് യു.